Hello guys, welcome back to my YouTube channel. This is Shraddha and you're watching Angel Notes. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് വിഷുവിന് മുന്നത്തെ ദിവസമുള്ള ഫോട്ടോഷൂട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓൾറെഡി ചേട്ടൻ്റെ കല്യാണത്തിന് എടുത്ത ഡ്രസ്സാണ്. ഞങ്ങൾ പുതിയതായിട്ട് വിഷുക്കോടിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാനിത് ധാവണയായിട്ട് എടുത്ത് നോക്കി, അപ്പോൾ ശരിയായില്ല. അത് ഇങ്ങനെ ഷോൾ പോലെ ഇട്ടു. എന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് ഫോട്ടോ ആണ് ഇഷ്ടപ്പെട്ടതെന്നും കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ ഒരു 4 ഫോട്ടോ 5 ഫോട്ടോ എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതിൽ കുറച്ചേ ആഡ് ചെയ്തിട്ടുള്ളൂ തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കുമ്പളപ്പം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അമ്മ. ഇത് വിഷുവിന് മുന്നത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാക്കിയിരുന്നു. പിന്നെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സോയാബീൻ ബിരിയാണി ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു ഗൈസ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഈ സോയാബീൻ ബിരിയാണിയൊക്കെ കഴിക്കുന്നത്. ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഞാൻ എൻ്റെ ഇടയിൽ കൂടെ പോയി ടേസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടെന്ന് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കണിക്കൊന്ന കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ആയപ്പോഴത്തേക്കും വാടി. ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു, അപ്പോൾ അത് വാടിപ്പോയി. പിന്നെ ഞാൻ ഈ ഒരു ബ്രെഡ് എന്തോ തന്നിട്ടുണ്ടായിരുന്നു. ആ ലുക്കൊക്കെ കണ്ടാൽ ഏകദേശം മനസ്സിലാവും ഏതിൻ്റെ റീലാണെന്നുള്ളത്. എന്നാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാനിത് ഏത് റീലാണെന്ന് പറയുന്നില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിൽ വെച്ച് ഞാൻ അത് ഏതാണെന്നുള്ളത് പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പുറത്ത് നടക്കാൻ പോയപ്പോൾ വാങ്ങിച്ച ഒരു പുതിയ ജ്യൂസ് കണ്ടപ്പോൾ അത് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാവിലെ വിഷുക്കണി കാണിക്കാൻ വേണ്ടി അമ്മ എന്നെ കൊണ്ടുവരുന്നുണ്ട്. എടുത്തതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ ഗൈസ്. ആദ്യമായിട്ടാണ് അച്ഛനും അമ്മയും എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ ഞാൻ എന്താ പറയുക, വിഷുക്കണി കാണാൻ വേണ്ടി വരികയാണ്. കണ്ടാൽ എന്നെ കരയണ പോലെ ഉണ്ട്. ഞാൻ കരയല്ല കേട്ടോ, അത് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ വീട്ടിലത്തെ വിഷുക്കണി. ഇത് ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആണെങ്കിൽ അതിൽ ഫുള്ളായിട്ട് വരില്ല വിഷുക്കണി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയ റീലും എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉപ്പും മുളക്, അതിൽ വിഷുക്കണി അവർ വിഷുവിനെ എൻജോയ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ കണ്ടു. ഞാൻ ചെറിയ ക്ലിപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ അതിൽ. പക്ഷേ വിഷുക്കണി അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ അവിടുത്തെ ഏകദേശം അതേപോലെയൊക്കെയായിരുന്നു. പിന്നെ ചോറുണ്ണാൻ പോയി. സദ്യയാണ് കേട്ടോ, കുഞ്ഞ് സദ്യയാണ്. അപ്പോൾ ആദ്യം തന്നെ അച്ഛൻ പഴം വെച്ച് തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മാങ്ങ അച്ചാറുണ്ടായിരുന്നു. അപ്പം അത് പിന്നെ പൈനാപ്പിൾ പച്ചടി അങ്ങനെ എന്തോ സംഭവം അതുണ്ടായിരുന്നു. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. പിന്നെ ചോറ്, സാമ്പാർ, കുഞ്ഞ് സദ്യ. അപ്പോൾ കുഞ്ഞ് സദ്യയായിരുന്നു ഓർക്കിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വലിയതായിട്ടൊന്നും ഓർക്കിയിട്ടില്ല. പിന്നെ സാമ്പാർ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ വൈകുന്നേരം പുറത്ത് പോവും. അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്.